ഇന്നലെ ഖത്തറിൽ പെയ്ത ഒറ്റ മഴയ്ക്ക് സംഭവിച്ചതാണ് കേട്ടോ. ഒരു പൂച്ച പ്രസവിച്ചിരിക്കുകയായിരുന്നു. അത് ഫുള്ള് വെള്ളത്തിലായെന്ന് തന്നെ പറയാമല്ലോ. നിറച്ച് വെള്ളം കയറി നമ്മുടെ വില്ലയുടെ ആ കോമ്പൗണ്ട് ഫുള്ള് വെള്ളത്തിലായിരുന്നു കേട്ടോ. നമുക്ക് കഷ്ടം തോന്നിപ്പോവും. 2 കുഞ്ഞുങ്ങളാണെങ്കിൽ ഈ വെള്ളത്തിൽ കിടക്കുകയാണ്. ആ അമ്മയും 5-6 മക്കളുണ്ട് കേട്ടോ. അപ്പോൾ അതിനും ഫുള്ള് വെള്ളത്തിൽ കിടക്കുകയാണ്. ഇനി അതിൽ കിടന്നാൽ അത് ചത്തുപോകുന്നു തോന്നി കേട്ടോ. അത്രയ്ക്ക് കഷ്ടം തോന്നി നമ്മളതിനെ ഒന്ന് രക്ഷിക്കാൻ നോക്കുകയാണ്. പക്ഷെ നമുക്ക് പേടിയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഫുഡൊക്കെ കൊടുക്കുന്നതുകൊണ്ട് ഈ പൂച്ച നമ്മളായിട്ട് അത്ര അറിയാം കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തിൽ നമ്മൾ അതിനെ ഒന്ന് അവിടെ നിന്ന് മാറ്റാമെന്നൊന്ന് വിചാരിച്ചത് കേട്ടോ. അല്ലായിരുന്നെങ്കിൽ നമുക്ക് പേടിയായിരുന്നേനെ കേട്ടോ. നമ്മൾ വല്ലതും ചെയ്യുമോ എന്ന് അറിയത്തില്ലല്ലോ. പൂച്ചയുടെ കാര്യം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ അത്രയും അറിയാത്തൊരു പൂച്ചയാകുമ്പോൾ ഇത് പക്ഷേ ഇച്ചിരി അറിയാവുന്ന പൂച്ചയായതുകൊണ്ട് ഞങ്ങൾ ആ ഒരു റിസ്ക് അങ്ങ് ഏറ്റെടുത്തതാണ് കേട്ടോ. ഞങ്ങൾ 2 കുഞ്ഞുങ്ങൾ ഞങ്ങൾ നോക്കിയപ്പോൾ വെള്ളത്തിൽ കിടക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഓരോ കുഞ്ഞുങ്ങളെ ആ അമ്മയുടെ അടുത്തേക്ക് ഇങ്ങനെ എത്തിച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി കേട്ടോ. ആ വെള്ളത്തിൽ ഇനിയും കിടന്നായിരുന്നെങ്കിൽ അത് ചത്തുപോയേനെ കേട്ടോ. അതിൻ്റെ ഒരു സന്തോഷം നോക്കണം. അത് കൊണ്ടുവെത്തിയപ്പോഴത്തേനും അതിനെ നക്കി തുടച്ച് ആ ഒരു സ്നേഹം, അവർ തമ്മിലുള്ള ആ ഒരു സ്നേഹമാണ് നമ്മളിവിടെ കണ്ടത് കേട്ടോ. പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ ഈ അമ്മയെ അവിടെ നിന്ന് മാറ്റണമായിരുന്നു. അമ്മ മാറുന്നില്ലായിരുന്നു. കുറേ നേരം നമ്മളിങ്ങനെ അതിനോടിങ്ങനെ മാറുന്നേ ഇല്ലായിരുന്നു. ആ വെള്ളത്തിൽ തന്നെ ഇരിക്കുമായിരുന്നു. കാരണം കുഞ്ഞുങ്ങളെ നമുക്ക് വേറൊരു സ്ഥലത്ത് എത്തിക്കണമല്ലോ. പിന്നെ ഒരുവിധം അതിന് നമ്മൾ ഫുഡ് ഇട്ട് കൊടുത്താണ് കേട്ടോ അതിനെ മാറ്റിച്ചത്. നമ്മുടെ കയ്യിൽ കുറച്ച് ക്യാറ്റ് ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ അത് പതുക്കെ ഇങ്ങ് മാറി. ആ ടൈമിൽ ഞങ്ങൾ ആ ഒരു ബോക്സോടെ എടുത്ത് ഞങ്ങൾ സ്റ്റെയർ കേസിൻ്റെ അടുത്ത് കൊണ്ട് വെച്ച് കേട്ടോ. 5-6 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞുങ്ങൾ. ഫുള്ള് കറുപ്പ്, ഗ്രേ, വൈറ്റ് അങ്ങനത്തെ കുറേ കളേഴ്സായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ നെയ്ബറും സഹായിച്ചു ഈ പൂച്ചയൊന്ന് ഹെൽപ്പ് ചെയ്യാനും പൂച്ച എടുത്ത് അപ്പുറത്തോട്ടൊക്കെ വെക്കാനും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്തായാലും ഒരു വിധം ഫൈനലി അതിനെ സേഫായിട്ട് ഇപ്പോൾ സ്റ്റെയർ കേസിൻ്റെ അടുത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഫുഡൊക്കെ കൊടുത്ത് ഇപ്പോൾ അവരെല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിപ്പുണ്ട്. പക്ഷെ നല്ല മഴയായിപ്പോയി കേട്ടോ. ഒട്ടും പ്രതീക്ഷിച്ചില്ല.